ദീർഘവീക്ഷണമില്ലാതെ പദ്ധതികൾ ആവിഷ്കരിച്ച് ഉപ്പുതറ പഞ്ചായത്ത് ഫണ്ടുകൾ നഷ്ടപ്പെടുത്തുന്നതായി ആരോപണം. ജനങ്ങൾക്ക് പ്രയോജനപ്രദമല്ലാതെ നിരവധി പദ്ധതികളാണ് നോക്കുകുത്തിയായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ലക്ഷങ്ങളാണ് 2 ഭരണസമിതികൾ അനാവശ്യ പദ്ധതികൾക്കായി ചിലവഴിച്ചത് എന്നാണ് ഉയരുന്ന ആരോപണം. ഉപ്പുതറ പഞ്ചായത്തിൽ ഓരോ ഭരണസമിതികളും മത്സരിച്ച് വികസന പ്രവർത്തനം നടത്തുന്നുണ്ട്. ഫണ്ട് ചിലവഴിക്കുന്നതല്ലാതെ ഒന്നും ജനങ്ങൾക്ക് പ്രയോജനപ്രദമല്ല. പ്രയോജനപ്രദമായ പദ്ധതികൾ ഒന്നും തന്നെ ഏറ്റെടുക്കാറുമില്ല. 5 വർഷം മുമ്പ് ഏറ്റെടുത്ത ശ്മശാനം ഇനിയും പൂർത്തിയാക്കാനും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കരാറുകാരനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ശ്മശാനം പൂർത്തിയാക്കാൻ കഴിയാത്തതെന്നും ആരോപണമുണ്ട്. ആയുർവേദ ആശുപത്രിക്ക് സമീപം ശൗചാലയം നിർമ്മിച്ചതിന് 2 ഭരണസമിതിയിലായി 25 ലക്ഷം രൂപ ചെലവഴിച്ചു. ടൗണിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരത്ത് നിർമ്മിച്ച ശൗചാലയം ജനങ്ങൾക്ക് പ്രയോജനപ്രദമല്ല. പൊതുയോഗങ്ങൾ നടത്താൻ നിർമ്മിച്ച പൊതുവേദിക്ക് ചിലവായത് 5 ലക്ഷം രൂപയാണ്. നിർമ്മാണം കഴിഞ്ഞ ആരും ഇതുവരെ ഇത് പ്രയോജനപ്പെടുത്തിയിട്ടുമില്ല. മേച്ചേരിക്കരയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കും വേണ്ടത്ര ഫലം ലഭിച്ചില്ല. ദീർഘവീക്ഷണമില്ലാത്ത രീതിയിൽ പല പദ്ധതികൾ നടപ്പാക്കുന്ന മൂലം അത് ജനങ്ങൾക്ക് യാതൊരു ഉപകാരമില്ലാത്ത രീതിയിൽ എത്തിച്ചേരുകയാണ്. ഇതിന് മുമ്പിലത്തെ ഭരണസമിതി ഉപ്പുതറ പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിക്ക് സമീപമായിട്ട് 3 ലക്ഷം രൂപ മുടക്കി ഒരു കൺഫറൻസ് സ്റ്റേഷൻ ഉണ്ടാക്കിയെങ്കിൽ പോലും അവിടെ വെള്ളം ലഭിക്കാത്ത മൂലം അവിടെ ആവശ്യത്തിന് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനും ഉപയോഗിക്കാനേ പറ്റത്തില്ല. കഴിഞ്ഞ ഭരണസമിതി അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഓപ്പൺ സ്റ്റേജ് ഉണ്ട് എന്നുള്ള ആളുകൾ അറിയുന്നത് പോലും ആ ആയുർവേദ പുറകെ പോയി നിൽക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെന്നറിയുന്നത്. എന്നാൽ ഗതാഗതക്കുരുക്കും കൊണ്ട് മൊത്തം ഉപ്പുതറ പൊറുതിമുട്ടുകയാണ്. ആദ്യ ഭരണസമിതി കാലത്ത് ഉപ്പുതറ മേച്ചേരിക്കരയ്ക്ക് ബസ് സ്റ്റാൻഡ് അനുവദിച്ചു. ബസ് സ്റ്റാൻഡ് ഇപ്പോഴും ബസ്സുകൾ കയറുന്നില്ല. KSEB സാധനങ്ങളും വാട്ടർ അതോറിറ്റിയുടെ സാധനങ്ങളും സ്വകാര്യ ലോറികളിൽ സ്വകാര്യ വ്യക്തിയുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന അതായത് തടി ലോറികൾ പാർക്ക് ചെയ്യുന്ന ഒരു ഇതായിട്ട് അവിടെ മാറി. അവിടെയും കൺഫറൻസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും ആൾക്കാർക്ക് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമോ എന്ന് ചിന്തിക്കാതെയാണ് പദ്ധതികൾ ഏറ്റെടുക്കുന്നത്. ഉപ്പുതറ ടൗൺ ഹാളിന് 2015-20 കാലത്തെ ഭരണസമിതി തറക്കല്ലിട്ട ഭാഗത്താണ് പൊതുവേദി നിർമ്മിച്ചത്. ഇത് ടൗൺ ഹാളിന് തുരങ്കം വയ്ക്കാനേ ഉപകരിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ദീർഘവീക്ഷണമില്ലാതെ 18 വാർഡുകളിലായി കോടിക്കണക്കിന് രൂപയാണ് വിവിധ പദ്ധതിക്കായി കഴിഞ്ഞ 2 ഭരണസമിതികൾ ചെലവഴിച്ചത്. ഇങ്ങനെയുള്ള പദ്ധതിക്ക് പണം ചെലവഴിക്കാതെ ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യമുയർത്തുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.